അവർക്കാർക്കും പരിചയമില്ലാത്ത വേറെ ഡോക്ടർ മതി ആന്റി. അല്ല ഭമ്മി, അല്ല നീ എന്താ ശ്യാമയെ അവിശ്വസിക്കുവാണോ? അവളുടെ ചേച്ചിയെ രാഘവേട്ട എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത്. അതേ രക്തം തന്നെയാണോ ശ്യാമയുടെയും ഞരമ്പിലൂടെ ഓടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ സത്യഭാമയാ. മനസ്സിലായി സത്യമ്മേ. ഡോക്ടർ ഇപ്പോ ഫ്രീ ആണോ? അതെല്ലോ. എന്നാൽ ഞാനിപ്പോ ഒരു അഡ്രസ് അയച്ചു തരാം, അവിടേക്കൊന്ന് വരണം. ശരി സത്യമ്മേ. ശരി. ഇവളെന്താ വീട്ടിനുള്ളില്? വിഷ്ണു, നീ കറക്റ്റ് സമയത്താ വന്നത്. നമുക്ക് ശാരദാമ്മയുടെ വീട് വരെ ഒന്ന് പോണം. എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം, ആദ്യം നീ കാർ ഇറക്ക്. ദൈവമേ, ശാലിനി സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് കൊണ്ടുപോയ കാര്യം അമ്മ അറിഞ്ഞു കാണോ? ആന്റി, ഞാനൂടി വന്നോട്ടെ. ഭാമാൻറ്റി ശ്യാമയുടെയും ശാരദാമ്മയുടെ ഒക്കെ കരണം അടിച്ച് പൊളിക്കുന്നത് എനിക്കൂടെ ഒന്ന് കാണണം. വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിനക്കുള്ള ശിക്ഷ അവിടെ വെച്ച് അപ്പ കിട്ടും. ഇത് തന്നെ സംഗതി എന്നാ തോന്നുന്നേ. അയ്യോ അല്ല ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ പറഞ്ഞതെല്ലാം സത്യ. വിഷ്ണു, നീ വണ്ടി എടുക്ക. എന്താ വിഷ്ണു, അല്ല നീ വരുന്നുണ്ടോ? വരുന്നു. അച്ഛൻ ഞാൻ പോയിട്ട് വരാം. എന്താ കാര്യം? വേഗം വണ്ടി എടുക്ക. അല്ല ഈ ഭാമയല്ലാതെ ആരെങ്കിലും ആ സുസ്മയുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടുവോ? ശ്യാമ ഗർഭിണിയല്ല പോലും. ഗുളിക കഴിക്കുമ്പോ ചിലപ്പോ ഛർദ്ദിക്കാൻ വന്നിരിക്കും എന്ന് കരുതി മുടക്കി കളയരുത്. കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്കാ അത്. ഉച്ചഭക്ഷണവും നന്നായി കഴിച്ചോണം. രണ്ടാൾക്കുള്ള ഭക്ഷണം വേണമെന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. എത്രയായി? 100.
ശ്യാമക്കുട്ടി, കുഞ്ഞേച്ചി. മോള് വന്നോ? നിന്നെ ആരടി കൊണ്ടുവന്നു വിട്ടെ? സത്യമേ കുഞ്ഞേച്ചി. സത്യമേ രോഹിത്തും ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ പോയി. അതൊന്നും സാരമില്ലമ്മ. ഇവളെ ഒന്ന് വിട്ട് കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. കുഞ്ഞല്ലേ, ഇവളുടെ വായിന്ന് അബദ്ധത്തിൽ എന്തെങ്കിലും വീണു പോകുന്ന പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ഒരു അപകടം ഇപ്പോഴും ഉണ്ട് മോളെ. രോഹിത് ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ വയറ്. അതിനാണോ അമ്മ ഇപ്പൊ വഴികളില്ലാത്തത്? പാഡ് വാങ്ങിച്ചു കിട്ടിയാ മതി. ഓരോ മാസത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അമ്മ പേടിക്കാതെ, ഇനി ഒരു അപകടവും നമ്മളെ തേടി വരാൻ പോകുന്നില്ല. കൊടുങ്കാറ്റും പേമാരിയും സുനാമിയും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് ശാരദാമ്മേ നിങ്ങളുടെ വീട്ടിലേക്ക്. തടയാമെങ്കിൽ തടഞ്ഞു. അമ്മ എന്താ കാര്യം പറഞ്ഞില്ലല്ലോ. എന്തിനാ ശാരദാമ്മയുടെ വീട്ടിൽ പോകുന്നേ? അമ്മ എന്താ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന? കാര്യം പറ. അതൊക്കെ നിനക്ക് അവിടെ എത്തുമ്പോ ബോധ്യപ്പെട്ടോളും. നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. ഇത് കാര്യം അത് തന്നെയാന്ന് തോന്നുന്നേ. എന്തായാലും നേരിട്ടല്ലേ പറ്റൂ. ഇത്തവണ നീ വലമുറിക്കാൻ പോകുന്നില്ല ശാലിനി. നീ മാത്രമല്ല, ഗർഭം അഭിനയിക്കുന്ന നിന്റെ അനിയത്തിയും കൂടെ എന്നേക്കുമായി പടിയിറക്കാൻ പോവാ ഭാമാൻഡിയുടെ വീട്ടിൽ നിന്ന്. മോളെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. നീ രാവിലോട്ട് വിശന്നിരിക്കുന്നതല്ലേ? ഞാൻ രാവിലെ കഴിച്ചതാ അമ്മേ. ദേ കള്ളം പറയല്ലേടി. ഇന്റർവ്യൂവിന്റെ ടെൻഷനിടയിൽ നിനക്ക് എവിടെന്നാ കഴിക്കാൻ സമയം കിട്ടിയത്? വയറ്റുകണ്ണിയായിരിക്കുന്ന പെണ്ണ കാലി വയറുമായിട്ട് ഇറങ്ങിപ്പോയാ തിരിച്ചു വന്ന് കയറുന്നവരെ വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സമാധാനക്കേട്. എന്റെ പൊന്നമ്മേ, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞത് സത്യ. എവിടെ നാടി നീ കഴിച്ചത്? പറ. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ കൊണ്ടുപോകാൻ വിഷ്ണുവേട്ടൻ ഉറപ്പായി വരുമെന്ന്. അതുപോലെ തന്നെ വരികയും ചെയ്തു. എന്നെ വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടാ വിഷ്ണുവേട്ടൻ ഇന്റർവ്യൂവിന് കയറ്റിവിട്ടത്. ഓഹോ. ആഹാ, അപ്പൊ അമ്പലത്തിൽ നിന്ന് വിഷ്ണുവേട്ടൻ നേരെ വന്നത് കുഞ്ഞേച്ചിയുടെ അടുത്തേക്കാ? ആ എടി, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? കുഞ്ഞേച്ചി പൊളിക്കൊന്ന് ഉറപ്പാ. ആ, ഫസ്റ്റ് അടിക്കൂ കുഞ്ഞേച്ചി. ഒന്ന് പോടി, കടന്നു കൂടും അമ്മേ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷ ശാലിനി ഇത്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നീ തോറ്റു. ഇനി ഒരു മടങ്ങിവരവില്ല. എടാ, ഒന്ന് വണ്ടി വേഗം വിടറാ. അല്ല, എന്താ ഇപ്പൊ ഇത്ര ധൃതി? ധൃതിയുണ്ട്. എത്രയും പെട്ടെന്ന് നേരിൽ കാര്യം ബോധ്യപ്പെട്ട് നെല്ലും പതിരും തിരിക്കണം. നേരി കണ്ട് ബോധ്യപ്പെടാനോ? അപ്പൊ ഏതെങ്കിലും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയ കാര്യമല്ല. അല്ല പിന്നെന്താ? അമ്മേ, എന്തേ പെട്ടെന്ന് എന്ത് പറ്റി? മോളെ, നീ ഇന്റർവ്യൂല് ജയിക്കുമെന്നതില് അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലും വലുതാണല്ലോ കുടുംബം. മോളെ, നീ ഇന്റർവ്യൂവിന് പോയ കാര്യം വിഷ്ണുവല്ലേ അറിഞ്ഞിട്ടുള്ളൂ? സത്യാമ്മയോട് പറയാൻ പറ്റിയില്ലല്ലോ. മോളെ, സത്യാമ്മയ്ക്ക് നീ സത്യം ചെയ്ത് കൊടുത്തതല്ലേ സിവിൽ സർവീസ് മോഹമൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാന്ന്. ഇനി അവരുടെ അനുവാദം ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയെന്ന് അറിഞ്ഞാ
ഈ അമ്മ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? എന്റെ അമ്മ കളക്ടർ ആവാനൊന്നും പോണ്ടെന്ന് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ സത്യമ്മ. പിന്നെ ഇന്റർവ്യൂവിന് പൊയ്ക്കൊള്ളാൻ പ്രീതിയുടെ ഇടപെടലിൽ സമ്മതിച്ചതാ സത്യമ്മ. പിന്നെ എനിക്ക് മുന്നിലൊരു ഉപാധിയും വെച്ചു. നിന്റെ അനിയത്തെ നന്നാക്കാൻ നിനക്ക് ഒരാഴ്ച, അതായത് 7 ദിവസം. അതിനുള്ളിൽ നിനക്ക് നിന്റെ അനിയത്തെ നന്നാക്കാമെങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. എന്നിട്ട് ഇവള് നന്നായോ? എവിടെന്ന്? ആ ശാരദാമ്മയുടെ അല്ലേ മോള്. പൊടി. ആ എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇവള് നന്നായി. സത്യാമ്മ ആഗ്രഹിച്ചതുപോലെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞും വരാൻ പോന്നു. സത്യാമ്മയ്ക്കൊരു കുഞ്ഞിനെയൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോ എനിക്ക് ഉറപ്പാ സത്യാമ്മ എന്നെ മടക്കി വിളിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് പോയ കാര്യം നമുക്ക് സമാധാനമായിട്ട് സത്യാമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാം. പോരെ? എന്നാലും മതി എന്റെ ശാരദാമ്മേ, ഒന്നും പേടിക്കാതിരിക്കേ. അതുവരെ ഇന്റർവ്യൂവിന് പോയ കാര്യം സത്യാമ്മ അറിയാതിരുന്ന പോരെ? എങ്ങനെയെങ്കിലും അത് സത്യാമ്മ അറിഞ്ഞാലോ മോളെ? അതെങ്ങനെ അറിയാനാ? സത്യാമ്മയ്ക്ക് എന്താ ഇന്റർവ്യൂ ബോർഡിൽ പിടിപാടുണ്ടോ? അമ്മയൊന്ന് പോയേ. അമ്മയുടെ ഈ കാട് കയറിയുള്ള ചിന്ത കണ്ടിട്ടേ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പൊടി. ആ വേറെ ജോലിയൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമായത്. ഓ പിന്നെ വേഗം പോയി ചോറെടുത്ത് വെച്ച്, അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയി വരാം. ഒന്ന് രണ്ട് വണ്ടി വന്ന സൗണ്ടല്ലേ കേട്ടെ? എടി നിക്ക്, ഞാൻ നോക്കാം ആരാന്ന്. ആന്റി വാ. മക്കളെ, അമ്മ എന്താ? അതെ, സത്യാമ്മയാ വന്നത്. കൂടെ വിഷ്ണു ഉണ്ട്. സത്യമ്മ എന്തിനാ വീണ്ടും വന്നേ? കുറച്ചു മുന്നേ വിളിച്ചതല്ലേ ഉള്ളൂ. എന്തോ കുഴപ്പമുണ്ടടി. കൂടെ ആ സുസ്മിതയുണ്ട്. സുസ്മിതയോ? ആ, അപ്പം ഉറപ്പായിട്ടും കുഴപ്പം തന്നെയാ അമ്മേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, റൂമിലേക്ക് പൊയ്ക്കോ. ഇതെന്താന്ന് ഞാൻ നോക്കട്ടെ. സത്യാമ്മയോ? എന്താ ശാരദാമ്മേ, കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, സത്യമ്മ കുറച്ചുമ്പേ വന്നിട്ട് പോയല്ലേ ഉള്ളൂ. അതെന്താ എനിക്ക് വീണ്ടും വന്നൂടെ? ഞാനേ ഒരുത്തി ഇവിടെ പ്രസവത്തിന് കൊണ്ടുവിട്ടിട്ടുണ്ടല്ലോ. അവളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. സത്യമ്മ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. ശാരദാമ്മയ്ക്ക് ഇപ്പൊ അത് പിടികിട്ടണമെന്നില്ല. ഡോക്ടർ ഒന്ന് വന്നു കഴിയുമ്പോ എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലായിക്കോളും. ഡോക്ടറോ? സത്യമേ ഇരിക്കേ. എന്താ ശാരദാമ്മേ, വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. അത് ചൂട്. ഈ മഴക്കാലത്ത് അമ്മ എന്താ ഇതെല്ലാം? എടാ, മിനുക്കിയെടുത്ത കരിക്കട്ട കണ്ട് ഒരിക്കൽ മാണിക്യക്കല്ലാണെന്ന് തെറ്റിദ്ധരിച്ചവളാ ഈ സത്യഭാമ.
പറ്റിയത് പറ്റി. ഇനി അതേ അബദ്ധം തന്നെ പറ്റിയ സത്യഭാമ എന്താ വിളിക്കേണ്ടത്? തിരുമണ്ടി. തിരുമണ്ടി അല്ലേ? ആ അത് തന്നെ. അങ്ങനെ തിരുമണ്ടിയാകാൻ ഈ സത്യഭാമയെ കിട്ടില്ല. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരി കാണുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. ശ്യാമ എവിടെ? ശാരദാമ്മേ, ശ്യാമ എവിടെയെന്ന്? ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞ് അവള് മരുന്ന് കഴിച്ച് കിടക്കുക. എന്താ സത്യാമ്മേ? ഡോക്ടർ ഒന്ന് വന്നോട്ടെ. സത്യാമ്മേ, ഡോക്ടർ എത്തിയല്ലോ. ചതിച്ചോ ഭഗവാനെ, വേറെ ഡോക്ടറാണല്ലോ വന്നിരിക്കുന്നത്. വരണം വരണം ഡോക്ടർ. എന്താ സത്യാമ്മേ വരാൻ പറഞ്ഞത്? ദേവി, തന്നെ ഡോക്ടറല്ലാതെ വേറൊരു ഡോക്ടറാണല്ലോ. ശാരദാമ്മ പൊളിഞ്ഞു തുടങ്ങി. മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ ഇനിയിപ്പോ അധിക സമയമില്ല. ഡോക്ടർ, എന്റെ മരുമകൾ ഗർഭിണിയാ. അവളെ ഒന്ന് പരിശോധിച്ച് വയറ്റിലുള്ള കുഞ്ഞ് സുഖമായിരിക്കുന്നെന്ന് ഒന്ന് ഉറപ്പുവരുത്തണം. ശരി സത്യാമ്മേ. മരുമകൾ ശാരദാമ്മേ, എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്ക. അത് അവള് അകത്ത് മുറിയില്. ചെന്നോളൂ ഡോക്ടർ. ശാലിനി ചെയ്ത ത്യാഗമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തട്ടിത്തൂവി ഇല്ലാതാകാൻ പോവുകയാണല്ലോ ദേവി. നിങ്ങളുടെ കള്ളം പൊളിയാൻ ഇനി അധിക സമയമില്ല ശാരദാമ്മേ. ആ വാതിൽ തുറക്കുന്ന സമയം വരെ മാത്രം. പരിശോധന കഴിഞ്ഞു. സത്യാമ്മ എന്നെ വിളിച്ചത്. വിവരങ്ങൾ ഞാൻ അവരോട് പറഞ്ഞോളാം. ശരി. ഡോക്ടർ, സത്യാമ്മേ, വെറുതെ എൻ്റെ സമയം പാഴാക്കി. ഡോക്ടർ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. ആ കുട്ടി
തികച്ചും നോർമലാണ്. എന്തിനാ ചെക്കപ്പിന് വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയത്? ആന്റി കേട്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്യാമ ഗർഭിണിയല്ലാന്ന്. ശാരദാമ്മേ, നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? അത്